വിസ്മീർ എന്ന യുവാവ് ഹോസ്പിറ്റൽ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മരണത്തിന് കീഴടങ്ങി. നെഞ്ചുവേദന എടുത്ത് ഭാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്. ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ടായിരിക്കും ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. പക്ഷേ ഹോസ്പിറ്റലിലാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ജനങ്ങളുടെ സുരക്ഷ, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ. എത്രയോ നേരം ആ ഹോസ്പിറ്റലിൽ ഓപ്പൺ ആയിട്ടുണ്ടായിട്ട. ഇങ്ങനെയാണോ ഒരു ഹോസ്പിറ്റൽ വേണ്ടത്? ഏത് പാതിരാത്രിക്ക് വന്നാലും രോഗികൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിറവേറ്റി കൊടുക്കാനല്ലേ ഹോസ്പിറ്റൽ ഉണ്ടാവേണ്ടത്. അവിടുത്തെ സ്റ്റാഫുകൾ കിടന്നുറങ്ങി. എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റാഫിൻ്റെ ആവശ്യം? എന്താണ്? ഡോക്ടറാണെങ്കിൽ കയ്യും കെട്ടി നോക്കി നിന്നതാണെന്ന് പറഞ്ഞു. ഡോക്ടറും നേഴ്സും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ജീവൻ എടുക്കുകയല്ലല്ലോ വേണ്ടത്. ഒരു CPR കൊടുത്തിരുന്നെങ്കിൽ ആ പാവം ഇന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും ഓരോ വീടുകളിലും പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് CPR. ഇപ്പോൾ ബിസ്മീറിനെ പോലെ 19 വയസ്സുകാരി നെഞ്ചുവേദന വന്ന് മരണത്തിന് കീഴടങ്ങിയില്ലേ? അപ്പോഴും CPR കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിയും രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ വീടുകളിലും ഓരോ വ്യക്തികളും എങ്ങനെയാണ് CPR കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം, അത് പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നെഞ്ചുവേദന എടുക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ CPR കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവരുടെ ജീവൻ നിലനിർത്തുകയും ഉടനടി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ ജീവൻ രക്ഷിക്കാനും കഴിയും. അതുകൊണ്ട് പരമാവധി എല്ലാവരും എല്ലാ വീടുകളിലും CPR ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. ഒരു ഹോസ്പിറ്റലിലെത്തിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് CPR കൊടുത്തിട്ട വിസ്മീർ എന്ന യുവാവ് മരണത്തിന് കീഴടങ്ങി. അവിടെയുള്ള ഡോക്ടറാണെങ്കിലും നേഴ്സാണെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ്, പക്ഷേ ജീവൻ കൊലക്ക് കൊടുക്കാനാവരുത്. പാവം എത്രയോ വേദന സഹിച്ച്, ആ വേദനക്കിടയിലും അയാൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് 2 കുട്ടികളുണ്ട് എന്ന്. പാവം ആ മക്കൾക്ക് ഉപ്പയില്ലാതായി, ആ ഭാര്യ